കാലിഫോർണിയയിലെ സാൽട്ടൺ കടലിന്റെ ഉപരിതലത്തിനടിയിൽ നിന്ന് 18 ദശലക്ഷം ടൺ ലിഥിയം കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ. $540 ബില്യൺ മൂല്യമുള്ള ലിഥിയം ശേഖരമാണിത്. ഇന്ത്യൻ കറൻസിയിൽ ഏകദേശം 46.28 ലക്ഷം കോടി രൂപയോളം മൂല്യമാണ് ഇതിനുള്ളത്. കാലിഫോർണിയയിലെ ഏറ്റവും വലിയ തടാകമാണ് സാൽട്ടൺ. വൈറ്റ് ഗോൾഡ് എന്നും അറിയപ്പെടുന്ന ലിഥിയത്തിന്റെ വലിയ ശേഖരം കണ്ടെത്തിയത് ബാറ്ററി വ്യവസായത്തിന് ഒരു വിപ്ലവകരമായ കണ്ടെത്തലായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. എന്നിരുന്നാലും അത്ര പെട്ടെന്ന് ലിഥിയം ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പ്രയാസമായിരിക്കും. പാരിസ്ഥിതിക അപകട സാധ്യതകൾക്കും ഭൗമരാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ ഈ കണ്ടെത്തലിന് ചില സങ്കീർണതകൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ കണ്ടെത്തിയ ലിഥിയത്തിന്റെ അളവ് ഏകദേശം 382 ദശലക്ഷം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ബാറ്ററികൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇത് നിലവിൽ യുഎസിലുള്ള വാഹനങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ്. ലിഥിയം കണ്ടെത്തൽ യുഎസിനെ സ്വയം പര്യാപ്തമാക്കുമെന്ന് പഠനത്തിൽ പങ്കാളിയായ മൈക്കൽ മക്കീബൻ പറയുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ലിഥിയം ഉപ്പുവെള്ള നിക്ഷേപങ്ങളിൽ ഒന്നാണിത്. ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ ലിഥിയത്തിൽ പൂർണ്ണമായും സ്വയം പര്യാപ്തമാക്കുകയും ചൈന വഴി ഇറക്കുമതി ചെയ്യുന്നത് നിർത്തുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം സാൽട്ടൺ കടലിനെ സൗദി അറേബ്യ ഓഫ് ലിഥിയം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതേസമയം ലിഥിയ ശേഖരം കണ്ടെത്തിയെങ്കിലും മുന്നോട്ടുള്ള പ്രക്രിയകൾ ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ശേഖരത്തിൽ നിന്ന് വൈറ്റ് ഗോൾഡ് വേർതിരിച്ചെടുക്കുക എന്നത് ഒരു വെല്ലുവിളി നിറഞ്ഞ പ്രക്രിയയാണ്. ലിഥിയം സമ്പുഷ്ടമായ ഉപ്പുവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്നതിന് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് താഴെയായി ഒരു ഡ്രില്ലിംഗ് പ്രക്രിയ നടത്തേണ്ടതുണ്ട്. ഇത് വൻതോതിലുള്ള പാരിസ്ഥിതിക തടസ്സങ്ങൾക്ക് കാരണമാകും. അമിതമായ ജല ഉപഭോഗവും പാരിസ്ഥിതിക ആഘാതവുമാണ് മറ്റു വെല്ലുവിളികൾ. ലിഥിയം പിൻവലിക്കുമ്പോൾ ഈ പ്രക്രിയയ്ക്ക് വെള്ളം ആവശ്യമായി വരും. ഇത് പ്രദേശത്തിന്റെ പ്രാഥമിക ജലസ്രോതസ്സായ കോളറാഡോ നദിയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. നിരവധി നിവാസികൾ വിഭവങ്ങൾക്കായി സാൽട്ടൺ തടാകത്തെ ആശ്രയിക്കുന്നുണ്ട്. ഏകദേശം 1,80,000 നിവാസികൾ ഇതിനെ ആശ്രയിക്കുന്നുണ്ട്. കൂടാതെ വലിയ തോതിലുള്ള ഖനനം പ്രദേശത്തെ ഉയർന്ന ആസ്മ നിരക്കുകളുടെ പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്യും. ഖനനം തദ്ദേശീയ അമേരിക്കൻ സൈറ്റുകളെയും ബാധിക്കുമെന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട്. എന്നിരുന്നാലും ലിഥിയം വേർതിരിച്ചെടുക്കൽ യുഎസിലെ ഏറ്റവും ദരിദ്ര പ്രദേശങ്ങളിലൊന്നായ ഇമ്പീരിയൽ കൗണ്ടിക്ക് ഗുണം ചെയ്യും. ലിഥിയം വേർതിരിച്ചെടുക്കുന്നതിന് നികുതി ചുമത്താനും വരുമാനത്തിന്റെ 80% പ്രാദേശിക പദ്ധതികൾക്ക് അനുവദിക്കാനും ആലോചിക്കുന്നുവെന്നും മറ്റൊരു റിപ്പോർട്ടുണ്ട്.